എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് സ്പെഷ്യൽ ടേസ്റ്റുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി നോക്കാം. ഈ ഒരു ചിക്കൻ കറി നമ്മൾ സാധാരണ വെക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നല്ല ടേസ്റ്റിയാണ്. അതുപോലെ ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ചിക്കൻ പീസുകളാണ്. അപ്പോൾ ഇത് ലെഗ് പീസാണ്. നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് വരഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മസാലകൾ ഇട്ട് കൊടുക്കണം. അതിനായിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി നമ്മളിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് എരിവ് കാണില്ല, പക്ഷേ നല്ലൊരു കളർ കിട്ടും. 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് പെരിഞ്ജീരകം, അതായത് വലിയ ജീരകം പൊടിച്ചതാണ്, ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നല്ലൊരു എരിവിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് നാരങ്ങ നീര്, അല്ലാന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ വിനീഗറും കൂടി ഒഴിച്ചു കൊടുക്കാം. ആ ഒരു ചിക്കൻ പീസുകൾ നല്ലൊരു സോഫ്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് വിനീഗർ അല്ലാന്നുണ്ടെങ്കിൽ നാരങ്ങ നീര് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് കൈവച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് മിനിമം 1 മണിക്കൂറെങ്കിലും ഒന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, പുറത്തായാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാമെന്ന് പറയുമ്പോൾ നിങ്ങൾക്കിത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. അതായത് കൂടുതൽ എണ്ണയിലിട്ട് മുക്കി പൊരിച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണയിലിട്ട് തിരിച്ച് മറിച്ചു വിട്ട് നമ്മൾ മീനൊക്കെ പൊരിക്കുന്ന പോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് ഈ ഒരു ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ തിരിച്ച് മറിച്ചു വിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് ഒരുപാട് അങ്ങ് വേവിച്ചെടുക്കണം എന്നില്ല, എന്നാൽ ഒരു പകുതി വേവ് ആകാൻ വേണം. അപ്പോൾ നന്നായിട്ട് 2 സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇനി ഇതിലേക്ക് ഉള്ള മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 3 ഉള്ളി സ്ലൈസ് ചെയ്തത്, അതുപോലെ ഒരു 4 പച്ചമുളക് കീറിയത് ഇതിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വെളിച്ചെണ്ണ നമ്മളിവിടെ 2 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഉള്ളി വളരെ തിന്നായിട്ടാണ് അരിഞ്ഞു കൊടുക്കേണ്ടത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഈ ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി നല്ലതായിട്ട് ഗോൾഡൻ ബ്രൗൺ നിറാകുന്നവരെ വഴറ്റണം. അപ്പോഴാണ് ഈ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് ഗോൾഡൻ ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് അതിൻ്റെ പച്ചമണം നന്നായിട്ട് ഒന്ന് മാറ്റിയെടുക്കണം. പച്ചമണം നന്നായിട്ട് മാറി വന്നു കഴിഞ്ഞാൽ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി ഒരു 1/4 ടീസ്പൂണോളം വേണം. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ വലിയ ജീരകം, അതായത് പെരുംജീരകം പൊടിച്ചതും, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, വീട്ടിൽ തന്നെ പൊടിച്ച് വെച്ചിട്ടുള്ള ഗരം മസാലയാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഇതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ പച്ചമുളകൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നന്നായിട്ട് പഴുത്ത ഒരു തക്കാളി ഇട്ട് കൊടുക്കാം. ചെറിയ തക്കാളി ആണെന്നുണ്ടെങ്കിൽ 2 എണ്ണം ചേർക്കാം, വലിയ തക്കാളി ആണെങ്കിൽ 1 എണ്ണം മതിയാകും. ഈ ഒരു തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് അടച്ചു വെച്ചിട്ട് കുറഞ്ഞ തീയിലിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ഒരു തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇതിന് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ല ചൂടുള്ള 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം വേണ്ടി വരും ഈ ഒരു ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട്. കാരണം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്താണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ആ ഒരു ഗ്രേവിയിലേക്ക് ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഈ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് ഇട്ട് കൊടുക്കാനായിട്ട്. ചിക്കൻ ഇപ്പോൾ ഒരു പകുതി വേവാണ് ആയിട്ടുള്ളത്. ഇനി ഈ ഒരു ഗ്രേവിയിൽ കിടന്നാണ് ബാക്കിയുള്ള പകുതി വെന്ത് വരാൻ പോകുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു സ്പൈസി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ നിങ്ങൾ എരിവ് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഒരു 1.5 കപ്പ് ചൂടുവെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. ചൂടുവെള്ളം തന്നെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക, തണുത്ത വെള്ളം ഒഴിക്കരുത്. അപ്പോൾ ഈ ഒരു ഗ്രേവി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് ബാക്കിയുള്ള ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് നമുക്കൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അടിയിൽ പിടിക്കാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില നിങ്ങൾക്ക് വഴറ്റുമ്പോഴും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ തിളച്ചിട്ട് ഇട്ട് കൊടുക്കുമ്പോഴും നല്ലതാണ്. വീണ്ടും അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് കൂടെ ഒന്ന് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ മൊത്തത്തിൽ ഇതൊരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡിയായി വരുന്നുണ്ട്. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് നല്ലൊരു മണമൊക്കെയാണ്. അപ്പോൾ ഇതൊന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കാം.
മല്ലിയില ഇടുമ്പോൾ ഈ ഒരു കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കൂടെ വരുന്നതാണ്. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് ഒരു അരക്കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് നമ്മൾ ഒഴിക്കുന്നത്. ഈ ഒരു തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ ഈ ഒരു കറി ഒന്നുകൂടെ റിച്ചും അതുപോലെ നല്ല ടേസ്റ്റി ആകും. തേങ്ങാപ്പാൽ ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുക്കാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് വീണ്ടും ഇനി ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചുകൂടെ മല്ലിയില ഇട്ടതിന് ശേഷം നമുക്കിത് വാങ്ങി വെക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്പെഷ്യൽ രുചിയിലുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്തത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ ഇതുപോലെ ഉള്ള വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന റെസിപ്പീസ് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്